ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എണ്ണ മുടി വളരാനും മുടിക്ക് കറുപ്പ് നന്നായിട്ടിരിക്കാനുമുള്ള എണ്ണ കാച്ചാനുള്ള പരിപാടിയിലാണേ. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാമേ. അതിന് എടുത്തേക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യോന്നി എന്ന് പറയുന്ന സാധനമായി. ഇതിന് വേറെ പേര് കാണും, എനിക്കറിയത്തില്ല. ഇത് കയ്യോന്നിയാണ്. കയ്യോന്നി, പിന്നെ ഈ ഒരു ചെടി കണ്ടിട്ടില്ലേ, ഇതിൻ്റെ പേര് പൂവാങ്കടന്തലെന്നാണ്. ഇതിൻ്റെ ഇല, പിന്നെ എളപ്പൻ തണ്ടുണ്ട്, അതും ഒടിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഇതിൻ്റെ ഇല, പിന്നെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല, പിന്നെ ഈ സാധനത്തിൻ്റെ പേര് കൊടങ്ങലെന്നാണ്. കൊടങ്ങലിൻ്റെ ഇല, കറിവേപ്പില, പിന്നെ കീടാർനെല്ലി. ഇതിൻ്റെ ഈ കളറുമുണ്ട്, വെള്ളയുമുണ്ട് കീടാർനെല്ലി. പിന്നെ നമുക്ക് വേണ്ടിയത് ഇത് പർപ്പിടകപ്പുല്ലെന്നാണ് ഇതിൻ്റെ പേര്, പർപ്പിടകപ്പുല്ല്. പിന്നെ നമുക്ക് തുളസി ഇല, പിന്നെ ചെറുനാരകത്തിൻ്റെ ഇല, പിന്നെ നമുക്ക് വേണ്ടിയത് തൊട്ടാവാടിയുടെ ഇല, പിന്നെ നമുക്ക് ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ പേര് നിലമുള്ളടി എന്നാണ്. നിലമുള്ളടി കണ്ടോ, ഇതിൻ്റെ ഇല. അങ്ങനെ പിന്നെ കറ്റാറ് വാഴപ്പോള കണ്ടോ, ഇതെല്ലാം സമൂലം നന്നായിട്ട് അരച്ച് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീരൂടെ ചേർക്കും. നന്നായിട്ട് അരച്ചാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. കറ്റാർവാഴ ഇലകളെല്ലാം കൂടെ കഴുകി വാരി വെച്ചേക്കുവാണ്. അതിനെ നമ്മൾ നന്നായിട്ട് അരച്ച് എടുക്കാനുള്ളത് ഇത് നോക്കുവാണ്. ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. ഞങ്ങൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പോവാണ്. ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. അപ്പോൾ ഇതിനെ പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ കക്കനങ്ങ് കളയുവാണെങ്കിൽ നമ്മുടെ എണ്ണ ക്ലിയറായിട്ടിരിക്കും, അധികം കക്കനൊന്നും ഇല്ലാതെ. അത് നന്നായിട്ട് നമ്മൾ ഈ പച്ചടി എല്ലാം കൂടെ അരച്ച് ഇതിനെ പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തു. ഇനി അതിനെ നല്ല തോർത്തിനകത്ത് വെച്ച് നമ്മൾ പിഴിഞ്ഞ് എടുക്കാൻ പോവുക കേട്ടോ. നമ്മുടെ ആ പച്ചമരുന്നൊഴിച്ച് പാകം കണ്ടോ, അത്രയും പറ്റി. ഇനി നമ്മൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാണെങ്കിൽ നമ്മളൊരു ഇരുമ്പ് പാത്രത്തിലോ ഓട്ട് പാത്രത്തിലോ കാച്ചുന്ന ഏറ്റവും നല്ലത്. എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ അലുമിനിയം ഉരുളിയിലാണ് ഇത് കാച്ചിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ഇത്രയും എണ്ണയാണ് കാച്ചി തേക്കുന്നത് കേട്ടോ. നമ്മൾ ആ വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഇനി ആ എല്ലാ വെള്ളവും പറ്റി ശരിയാകണം. നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ 1 കിലോ എണ്ണയ്ക്കകത്ത് 1 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുവാണ് കണ്ടോ. ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തലയിൽ ചാർദനം ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മുടെ എണ്ണ തിളച്ച് തുടങ്ങി, അടിക്ക് പിടിക്കാതെ നമ്മളതിനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഞാനിതിനകത്തൊരു 5 കുരുമുളക് മണി കൂടി ഇടുവാണ്. കാരണം ജലദോഷമോ അങ്ങനെയുള്ള ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ തുളസി ഇല, പനിക്കൂർക്ക ഇതെല്ലാം ചേർക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പനിയൊന്നും വരാതെ നമ്മുടെ തല നന്നായിട്ട് തണുത്ത് ഇരിക്കും. പിന്നെ ഒരു നെല്ലിക്ക ഉണ്ടെങ്കിലും അരച്ച് ചേർക്കുന്നത് നല്ലതാണ്. നമ്മുടെ എണ്ണ കണ്ടോ, നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്ത് കേട്ടോ. ഇല്ല, മൂത്ത് വരും. അതിന് 2-3 പതയും കൂടെ ഉള്ളൂ. അത് പറ്റുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ മൂത്ത് കഴിയും. കണ്ടോ, സൂപ്പർ കാച്ചിയ എണ്ണയാണ്. ഈ എണ്ണ
നമ്മുടെ തലയിൽ തൂക്കുമ്പോൾ നമുക്ക് തലയ്ക്ക് സുഖം കിട്ടും, തല നിറച്ച് മുടി വളരും, തലമുടി കറക്കും, തലവേദനയോ ജലദോഷമോ ഒന്നും വരത്തില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കാച്ചിയ എണ്ണയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ എണ്ണ നമ്മൾ കാച്ചി കണ്ടോ, നമ്മളത് ഒരു ബോട്ടിലാക്കി, ഒരു ലിറ്ററിൻ്റെ എണ്ണക്കുപ്പിയാണ് ഇത്. നമ്മൾ 1 കിലോ എണ്ണയാണ് കാച്ചിയത് കണ്ടോ, നമുക്ക് അത്രയും തന്നെ കിട്ടി. ഇത്രയത്തിൻ്റെ കുറവേ വന്നിട്ടുള്ളൂ കണ്ടോ.